നമസ്കാരം. ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. അധികാരം കിട്ടിയ ഉടനെ കോർപ്പറേഷനിൽ BJP അഹങ്കാരം തുടങ്ങിയെന്നാണ് CPM-കാർ പറയുന്നത്. അതായത് VK പ്രശാന്തുമായി ബന്ധപ്പെട്ട ആ ഒരു വിവാദം വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കോർപ്പറേഷനിൽ നടന്നിട്ടുള്ള ചില അഴിമതികളിലേക്ക് കൂടെയുള്ള ഒരു വിരൽ ചൂണ്ടലായി പോയി ശ്രീലേഖ നടത്തിയ ആദ്യത്തെ ഒരു ഉദ്യമം. അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് അന്വേഷണം ശക്തമാക്കും. വാടക കൊള്ള വലിയ രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ വിമർശനത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു. ഇപ്പോൾ VV രാജേഷ് ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. ഞാൻ ഫയലുകൾ പരിശോധിക്കുകയാണ്, അഴിമതികൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്നുള്ള ഒരു ഉറച്ച ശബ്ദം VV രാജേഷിൽ നിന്ന് ഉണ്ടാകുന്നു. ആകെ രസകരമായ ഒരു സംഭവമായിട്ട് നമുക്കിതിനെ വേണമെങ്കിലൊന്ന് വിശേഷിപ്പിക്കാം. ഈ പറഞ്ഞ കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഞാൻ ഉച്ച കഴിഞ്ഞൊരു ഇന്ന് ഒരു 2 മണിക്കൊന്ന് നടന്നിരുന്നു. നമ്മുടെ ഇവിടെ അടുത്താണ്. അവിടെ എന്താണ് സംഭവം എന്നൊന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കോർപ്പറേഷൻ കെട്ടിടത്തിനകത്തേക്ക് പോയി. വലിയ സൈസൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ ഒരു ഇടുങ്ങിയ ഒരു കെട്ടിടമാണ്. എങ്കിലും അകത്തേക്ക് കയറി ഈ ഇടതുവശത്ത് ഒരു വലിയ 2 മേശ, ആ മേശയിൽ 2 കഥാകടിയന്മാരൊക്കെ ഇരിക്കുകയാണ്. അതിൻ്റെ മുന്നിൽ മറ്റേ 2 പേര് നിൽക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ എല്ലാം നല്ല കമ്മ്യൂണിസ്റ്റ് താരങ്ങളാണ്. VK പ്രശാന്തിൻ്റെ സ്റ്റാഫാണ്. റിസപ്ഷൻ അവിടെയാണ്. അതിന് തൊട്ടപ്പുറത്താണ് VK പ്രശാന്തിൻ്റെ മുറി. അവിടെ VK പ്രശാന്തിൻ്റെ MLA ഓഫീസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ബോർഡ് കണ്ട ഇത് കോർപ്പറേഷൻ കെട്ടിടമാണെന്ന് തോന്നിയല്ല, ഇത് MLAയുടെ ഓഫീസാണെന്ന് നമുക്ക് തോന്നുള്ളൂ. ഈ 2 മേശ കിടക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ കഷ്ടി ഒരു 2 അടി വീതി കാണും. ഒരു കുടിസുമുറി അതിനകത്തുണ്ട്. അത് 100 സ്ക്വയർ ഫീറ്റ് ഉള്ളെന്നൊക്കെ എന്നോട് പഴയ കൗൺസിലർ പറഞ്ഞു, മധുസൂദൻ എന്ന് പറഞ്ഞ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഒരു 100 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. അതിൻ്റെ സൈഡിൽ ടോയ്ലറ്റ് ഉണ്ട്. പക്ഷേ ഈ 100 സ്ക്വയർ ഫീറ്റിൽ ആളിന് വരുന്ന മറ്റൊരു വിസിറ്ററും നിൽക്കാനോ ഇരിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ആ ഫയല് അലമാരയെല്ലാം കൂടി ടോയ്ലറ്റിലേക്ക് വെച്ചിരിക്കുക. അതുപോലെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവരുടെ ഇടയിലൂടെ വേണം അങ്ങോട്ട് കടന്നു പോകാൻ. ഈ VK പ്രശാന്തിൻ്റെ സ്റ്റാഫ് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വേണം അകത്തോട്ട് കയറാൻ. ഒരു വനിതയ്ക്ക് അത്ര ഒരു സ്വകാര്യത ഒന്നും കിട്ടത്തില്ല. എന്ന് മാത്രം സ്വകാര്യത അവരുടെ ഓഫീസ് പർപ്പസിന്. മറ്റൊന്ന്, ഇത് കോർപ്പറേഷൻ്റെ കെട്ടിടമാണ്. കോർപ്പറേഷൻ കൗൺസിലർക്ക് ഒരു റൂം എന്നുള്ള നിലയിലാണ് ഇങ്ങനെ ഒരു ഓഫീസ് റൂം അവിടെ സജ്ജമാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ റൂം ഒരു കാരണവശാലും ഒരു വനിതാ കൗൺസിലർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഞാൻ പോയി കണ്ടു, എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായി പറയുന്നത്. പക്ഷേ ഇതിൽ ഇനി 2 ചോദ്യങ്ങൾ. ഒന്ന്, ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്ത കെട്ടിടം അയാളെ വാടകക്കാരനെ നിമിഷ നേരം കൊണ്ട് ഇറക്കി വിട്ടിട്ട് കയറിയിരിക്കണം എന്നൊരു കൗൺസിലർ പറയുന്നത് അഹങ്കാരമല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ എങ്ങനെയാണ് VK പ്രശാന്ത് ആ മുറി കൈയടക്കിയത്? അതുകൂടി നമ്മളൊന്ന് ചിന്തിക്കണ്ടേ. അതിവിടുത്തെ മാധ്യമങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല. VK പ്രശാന്ത് പഴയ മേയറാണ്. പ്രശാന്തിൻ്റെ കാലഘട്ടത്തിൽ കെട്ടിയതാണ് ഈ ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ്റെ ഒരു ബിൽഡിങ്. അപ്പോൾ തന്നെ പ്രശാന്തിൻ്റെ മനസ്സിൽ കാണും, ഇതിൻ്റെ താഴത്തെ ഫ്ലോർ എൻ്റെ ഒരു ഓഫീസായി സൂക്ഷിക്കണമെന്ന്. കാരണം MLA ആയാലും കൗൺസിലറായാലും ഒക്കെ ആ ഒരു നല്ല ലൊക്കേഷനിലാണ്. അത്യാവശ്യം ആളുകൾക്ക് വന്ന് എത്താനുള്ള നല്ല ലൊക്കേഷനാണ്. അങ്ങനെ MLA എന്നുള്ള നിലയിൽ പ്രശാന്ത് കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞിട്ടും അതങ്ങ് പഴയ കൗൺസിലറുടെ ഓഫീസ് മേയർ ഓഫീസാക്കി അങ്ങ് മാറ്റി. അതിൽ ഒരു മുറിയാണെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ ഫ്രണ്ടിലത്തെ ആ വിശാലമായ പോർഷനും കൂടെ കയറി ചെല്ലുമ്പോഴുള്ള പോർഷൻ MLAയുടെ സ്റ്റാഫ് ഇരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അവിടുത്തെ സ്ഥലം കൗൺസിലർക്ക്. കോർപ്പറേഷന് കെട്ടിടം ഉള്ളപ്പോൾ എന്തിനാണ് കൗൺസിലർ പുറത്ത് വാടകയ്ക്ക് എടുക്കുന്നത്? എന്ന് മാത്രമല്ല, കൗൺസിലർക്ക് നാമമാത്രമായ റെമ്യൂണറേഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരു ബിൽഡിംഗ് വാടകയ്ക്കൊക്കെ എടുത്ത് അവിടെ വന്നിരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പാടാണ്. പിന്നെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ഒരു വനിത എന്നുള്ള നിലയ്ക്ക് അവർക്ക് കഴിയത്തില്ല. അതുകൊണ്ട് അവർ പറയുന്നത് പൂർണ്ണമായും ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. ഒരു വനിത എന്ന നിലയിൽ, ഒരു കൗൺസിലർ എന്ന നിലയിൽ, എൻ്റെ ഒരു സഹോദരനെ പോലെ ഈ മുറി ഒഴിഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. പക്ഷേ വളരെ ധാർഷ്ട്യത്തോടെ VK പ്രശാന്ത് അതിന് മറുപടി കൊടുക്കുന്നു. ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്നുള്ളൊരു മട്ടിൽ VK പ്രശാന്ത് പ്രതികരിക്കുന്നു. പിന്നീട് CPMൻ്റെ നേതാക്കളൊക്കെ ശ്രീലേഖയുടെ അഹങ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ അവിടെ ശ്രീലേഖയുടെ അഹങ്കാരം ഇത്ര വലിയൊരു വിഷയമാക്കിക്കൊണ്ട് പൊതു സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് CPM നേതാക്കൾ തന്നെയാണ്. വി ശിവൻകുട്ടിയൊക്കെ പറഞ്ഞ് ഇത്ര അഹങ്കാരം കണ്ടിട്ടില്ല എന്നുള്ള മട്ടിലുള്ള പ്രതികരണം, കടകംപള്ളിയുടെയൊക്കെ പ്രതികരണം കണ്ടാൽ നമ്മൾ ശ്രീലേഖയെ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാമോ എന്ന് ഓർത്തു പോകും. പക്ഷെ അത് ആത്യന്തികമായി ആരെയാണ് ബാധിച്ചത്?
ആത്യന്തികമായി ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ CPM-നെയാണ്. അവിടെ VV രാജേഷിൻ്റെ ഒരു പക്വത സമ്മതിച്ചേ തീരൂ. കാരണം VV രാജേഷ് ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സാധാരണ VV രാജേഷിൻ്റെ പ്രതികരണങ്ങളിലൊരു പക്വതയില്ലായ്മ പണ്ടൊക്കെ തോന്നുമായിരുന്നു. പക്ഷേ ഇത് വളരെ പക്വമായൊരു പ്രതികരണം. VV രാജേഷ് അന്ധമായി കൗൺസിലറെ അനുകൂലിക്കുന്നില്ല. ശ്രീലേഖ പറഞ്ഞത് 100% ശരിയല്ലേ എന്ന് ചോദിച്ച് ആക്രോശിക്കുന്നില്ല. പകരം VV രാജേഷ് പറയുന്നു, അവർ വ്യക്തിപരമായ ഒരു ആവശ്യം ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ VK പ്രശാന്തിനോട് അഭ്യർത്ഥിച്ചു. എന്നാൽ പ്രശാന്തിൻ്റെ മറുപടി ധാർഷ്ട്യം നിറഞ്ഞതും അഹങ്കാരം നിറഞ്ഞതുമാണ്. മറുവശത്ത് ആ സ്പേസ് പ്രശാന്തിന് ഒരു ഓഫീസായി ഉപയോഗിക്കാൻ നിയമപരമായ അവകാശമുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കട്ടെ. ഇവിടെ കോർപ്പറേഷൻ കൗൺസിൽ വാടക ചീട്ടൊക്കെ എഴുതിയാണ് കൊടുത്തിരിക്കുന്നത്. വെറും 832 രൂപയ്ക്കാണ് അത്രയും ഏരിയ, 350 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇവിടുത്തെ ഒരു വാടക അനുസരിച്ച് അതാണ് ഇന്നലെ VV രാജേഷ് വിശദീകരിച്ചത്. നമുക്കറിയാം തിരുവനന്തപുരത്തെ ഒരു ഹൃദയഭാഗമാണ്. ഏറ്റവും കുറഞ്ഞത് അവിടെ ഒരു 50 രൂപയെങ്കിലും, 50 അല്ല, ഒരു 10-70 രൂപയെങ്കിലും സ്ക്വയർ ഫീറ്റിന് വാടക കിട്ടും. 50 രൂപ കൂട്ടിക്കൂ, 350 സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ 16,500 രൂപയായി. അതിൻ്റെ സ്ഥാനത്ത് 832 രൂപയെ MLA കോർപ്പറേഷന് കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ രാജേഷ് ഉയർത്തിയ വലിയൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്ക് വലിയൊരു അഴിമതി കൊള്ളയിലേക്കാണ് ഈ കഥ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സ്. രാജേഷ് ചോദിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് എടുക്കാം. ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്, അതുകൊണ്ട് വലിയ വാടകയൊന്നും മേടിക്കാൻ കോർപ്പറേഷന് ശ്രമിച്ചു എന്ന് കരുതേണ്ടതില്ല. ന്യായമായിട്ട് ഒരു MLAക്ക് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റ് കൊടുത്താൽ അതിലൊന്നും തെറ്റില്ല. പക്ഷെ 100 കണക്കിന് കെട്ടിടങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും തിരുവനന്തപുരം നഗരസഭയ്ക്കുണ്ട്. ഇതൊക്കെ പരമ്പരാഗതമായി എന്ന് പറഞ്ഞാൽ തലമുറകൾ കൈമാറി ചിലർ കൈവശം വച്ചിരിക്കുകയാണ്. അത് അപ്പനിൽ നിന്ന് മക്കളിലേക്ക്, മക്കളിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്യുകയാണ്. പണ്ട് വളരെ ചെറിയ തുച്ഛമായ നാമമാത്ര തുകയ്ക്ക് വാടകയ്ക്കെടുത്ത കെട്ടിടങ്ങളാണ്. അതൊക്കെ അവരുടെ അവകാശം പോലെ കയ്യിൽ വെച്ച് ആസ്വദിക്കുകയാണ്. ഇതിനെതിരെ നടപടി ഉണ്ടാകും എന്നാണ് രാജേഷ് പറഞ്ഞത്. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട വാടക കൊള്ളയ്ക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന മേയറുടെ പ്രഖ്യാപനമാണ് നമ്മൾ കണ്ട ശ്രീലേഖ പ്രശാന്ത് പോരിൻ്റെ ഹൈലൈറ്റ്. മുൻപ് 2020 ഇത് സംബന്ധിച്ച ചില പ്രതിഷേധങ്ങളൊക്കെ BJP അംഗങ്ങളെന്ന് ഉയർത്തിയിരുന്നു നമ്മൾ കേട്ടു. മുൻപ് കഴിഞ്ഞ കൗൺസിൽ സമയത്തും BJP ശക്തമായ ചില പ്രതിഷേധങ്ങൾ ഈ വാടക കൊള്ള സംബന്ധിച്ച് അന്നത്തെ ഭരണസമിതിയുടെ മുന്നിൽ എത്തിച്ചിരുന്നു. VV രാജേഷ് പറയുന്നത് സത്യസന്ധമാണ്. ഈ നടപ്പിലാക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതൊരു വലിയ വിപ്ലവമാണ് തിരുവനന്തപുരത്ത്. അവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു കൊള്ളസംഘം വീഴും. ഈ CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ഒരു വലിയ ഒരു ക്രീമി വിഭാഗമുണ്ട്. അവർക്കാണ് പല സ്ഥലങ്ങളിലും ഇത്തരം കെട്ടിടങ്ങൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അതൊക്കെ ചോദ്യം ചെയ്യും, അതൊക്കെ ഇനി പരിശോധിക്കപ്പെടും, അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരും. അതൊരു ഭീതിതമായ അവസ്ഥയാണ്. അത്തരമൊരു അവസ്ഥ മുന്നിൽ കണ്ട് അതിശക്തമായ പ്രതിരോധമാണ് ഇപ്പോൾ CPM മുന്നോട്ട് വയ്ക്കുന്നത്. ആ പ്രതിരോധം തകർത്ത് സത്യസന്ധമായ അന്വേഷണത്തിലൂടെ വലിയൊരു വാടക കൊള്ളയുടെ കുംഭകോണം കണ്ടെത്താൻ കഴിഞ്ഞാൽ VV രാജേഷിൻ്റെ ഭരണ നേട്ടങ്ങളിൽ ആദ്യത്തെ പൊൻതൂവലായിരിക്കും ഒന്ന്. 2, രാജേഷ് ഇതിൻ്റെ തുടർച്ചയായി പറഞ്ഞു, തിരുവനന്തപുരത്തിന് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിലൂടെ കിട്ടിയിരിക്കുന്ന 113 ഇലക്ട്രിക് ബസ്സുകളാണ്. അതൊന്നും സിറ്റിയിലില്ല, 5-6 ഉള്ളൂ. ബാക്കിയൊക്കെ എടുത്ത് പത്തനംതിട്ടയ്ക്കും മറ്റ് ജില്ലകളിലേക്കും കൊടുത്തിരിക്കുകയാണ്. കാരണം ഇലക്ട്രിക് ബസ്സല്ലേ, ഓടി കൂടുതൽ ലാഭം കിട്ടും KSRTCക്ക്. സിറ്റിയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് കേന്ദ്ര സർക്കാർ ഈ ബസ്സുകൾ നൽകിയിരിക്കുന്നത്. അത് സിറ്റിയിൽ ഓടിക്കണം. അപ്പോൾ രാജേഷിൻ്റെ ഇടപെടലുകൾ ജനകീയമായി നമുക്ക് തോന്നുന്നു ഒരു വശത്ത്. 2, ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ രാജേഷിന് മുന്നിലുണ്ട്. രാജേഷ് പറയുന്ന ആര്യക്കെതിരെ വ്യക്തിപരമായ വിരോധവും ഞങ്ങൾ വെച്ച് പുലർത്തത്തില്ല. പക്ഷേ ഏതെങ്കിലും തലത്തിൽ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വന്നാൽ അത് സത്യസന്ധമായി അന്വേഷിക്കും. കാരണം കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വേളയിൽ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട അഴിമതികളും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അന്ന് ഉയർന്നു വന്ന വിവാദങ്ങളുമൊക്കെ അന്വേഷിക്കുമെന്ന് VV രാജേഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 നിലപാടുകളിലും BJPക്ക് ഒരു കരുത്ത് ഇപ്പോൾ ഈ സിറ്റിയിൽ പ്രകടമാകുന്നു. മറുവശത്ത് ശ്രീലേഖ തുറന്നുവിട്ടത് ഒരു കുടത്തിൽ നിന്ന് വലിയൊരു ഭൂതമാണ്. ആ ഭൂതം വാടക കൊള്ളയുടെ രൂപത്തിൽ സിറ്റിയിൽ വലിയ സംസാരമായി. മറുവശത്ത് VK പ്രശാന്തിന് എത്ര ആ കോർപ്പറേഷൻ കെട്ടിടത്തിനുള്ളിൽ തൂങ്ങിക്കിടക്കാൻ കഴിയും?
എത്ര കുട്ടികളെ വെച്ച് എങ്ങനെ സൂക്ഷിക്കാൻ ശ്രമിച്ചാലും കോർപ്പറേഷൻ കൗൺസിൽ ആ വാടകക്കാരനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഇറങ്ങിയേ തീരൂ. കാരണം അതിന് വാടക ചീട്ട് പോലും ഇല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന സൂചന. ഈ വാടക കൊടുക്കുന്ന റിസീപ്റ്റ് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗുണ്ടായിസം കൊണ്ട് നിയമപരമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മറ്റൊന്ന്, ശ്രീലേഖ ഒരു വനിതയാണ്, ഒരു വനിതാ കൗൺസിലറാണ്. അപ്പോൾ അവർ താമസിക്കുന്ന ഈശ്വരവിലാസം റോഡില്ല, വഴുതക്കാട് അടുത്ത വാർഡിലാണ് വരുന്നത്. അവിടെ നിന്ന് ഇവിടുത്തെ സാധാരണക്കാർക്ക് ശ്രീലേഖയുടെ വീട്ടിലെത്തി അതൊക്കെ വലിയ പാടാണ്, ഒരു ആവശ്യം നിവർത്തിക്കാനൊക്കെ പാടാണ്. അവർ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഈ വാർഡിലേക്ക് വരുന്നതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ആളുകളെ കാണാനും ഇടപെടാനും ഒക്കെ ഒരു ചെറിയ ഓഫീസ് സംവിധാനം ഉള്ളത് അവരെ സഹായിക്കുക. അവരുടെ ആവശ്യം വളരെ ജെനുവിനാണ്, ആവശ്യം ജെനുവിനുമാണ്. ഇപ്പോഴത്തെ ആ ഓഫീസ് മുറി എന്ന് പറയുന്നത് ഒരു കുടിസു മുറിയാണ്. ഒരു കാരണവശാലും ശ്രീലേഖയെ പോലെ ഒരാൾക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല. പിന്നെ ശ്രീലേഖ CPMകാരൊക്കെ വിശേഷിപ്പിക്കുന്നത് പഴയ പോലീസ് ഉദ്യോഗസ്ഥയാണ്, DGP റാങ്കിൽ റിട്ടയർ ചെയ്തതാണ്. അവർ ആളും പരിവാരവും കൊണ്ടാണ് എന്നും ജീവിച്ചത്. ഉദ്യോഗസ്ഥരെ കൊണ്ട് വളരെ കർക്കശമായി ജീവിച്ച ഒരു കഠിനഹൃദയായ ഉദ്യോഗസ്ഥയാണ്. ധാർഷ്ട്യമാണ് അവരുടെ മുഖ്യമന്ത്രി എന്നൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവരെ CPM ഭയപ്പെട്ടു തുടങ്ങി. കാരണം അവർക്ക് ഒരു കണിശതയുണ്ട്, അവർ കാര്യങ്ങളെ ഒരു കണിശതയോടെ കാണുന്നു. മേയർ സ്ഥാനം കിട്ടിയില്ല, അതിൻ്റെ പേരിൽ ചില വിഷമങ്ങളൊക്കെ ഉള്ളിലുണ്ട്. പക്ഷേ മേയർ സ്ഥാനം കിട്ടിയില്ലെങ്കിലും ആദ്യത്തെ പരിഭവത്തിന് ശേഷം BV രാജേഷിനോടോ BJP നേതൃത്വത്തോടോ യാതൊരുവിധ ആലോചനവും അവർ പ്രകടിപ്പിക്കുന്നില്ല. മറുവശത്ത് ഇപ്പോൾ CPM നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താ? അവർ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ആര് ആയിരിക്കും ജയിക്കുന്നത്? ഒരു വശത്ത് VK പ്രശാന്ത് നിൽക്കുന്നു, K മുരളീധരൻ ഈ മണ്ഡലം നിറഞ്ഞ് ഇപ്പോൾ പ്രവർത്തനങ്ങളുമായി ഓടി നടക്കുന്നുണ്ട്. K മുരളീധരനെ ഏതെങ്കിലും തലത്തിൽ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറുകയാണെങ്കിൽ ആ മണ്ഡലം പിടിക്കാൻ ശബരിനാഥൻ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ശബരിനാഥൻ രൂക്ഷമായ വിമർശനം VK പ്രശാന്തിന് നേർക്ക് നടത്തിയത്. പക്ഷെ ആ വിമർശനം കാമ്പുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ VK പ്രശാന്തിൻ്റെ ഓഫീസിരിക്കുന്ന കെട്ടിടത്തിൽ നിന്നും MLA ഹോസ്റ്റൽ വരെ കൂടി വന്ന് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നടക്കാനാണെങ്കിൽ പോലും വളരെ സാവധാനം, നല്ല മരങ്ങളൊക്കെ ഉണ്ട്, തണൽ പറ്റി നടക്കാം. അവിടെ 2 വിശാലമായ മുറികൾ നിള കെട്ടിടത്തിലുണ്ട് MLA ഹോസ്റ്റലിൽ. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെ നിയമസഭാ മന്ദിരം നിലനിൽക്കെ എന്തിനാണ് ഈ ശാസ്തമംഗലത്തെ ഒരു കോർപ്പറേഷൻ കെട്ടിടത്തിൽ വന്ന് MLA കടിപിടി കൂട്ടുന്നത്? അതാണ് ശബരിനാഥൻ ഉയർത്തിയ ഒരു ചോദ്യം. K മുരളീധരനും അത് ശരിവയ്ക്കുന്നു. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലമാണെങ്കിൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗം തന്നെയാണ് നിയമസഭാ മന്ദിരം, അവിടെ ഓഫീസ് തുറക്കാമല്ലോ. ഇത് വളരെ ജെനുവിൻ കാര്യമല്ലേ എന്ന് ജനങ്ങൾക്കും തോന്നി തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ VK പ്രശാന്തിനെ വളരെ പരിഹസിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു. മേയർ ബ്രോ എന്നൊക്കെ വിളിച്ച് ഒരു കാലത്ത് തിരുവനന്തപുരത്തെ ഒരു ചെറുപ്പക്കാരനായ മേയറായിരുന്നു. അന്ന് ആളുകൾക്കൊക്കെ പ്രശാന്തിനോട് കുഴപ്പമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. പൊതുവെ ഒരു ഡീസൻറ്റ് മേയർ എന്നൊരു പേര് അക്കാലത്തുണ്ടായിരുന്നു. അതിപ്പോൾ കളഞ്ഞു കുളിച്ചു. ഇപ്പോൾ ഒരു 350 സ്ക്വയർ ഫീറ്റുള്ളൊരു കുടിസു മുറിക്ക് വേണ്ടിയിട്ട് കടിപിടി കൂടി VK പ്രശാന്തൻ്റെ ഇമേജ് പൂർണ്ണമായും നഷ്ടപ്പെടുത്തി ഒരു വശത്ത്. മറുവശത്ത് CPMൻ്റെ കൊള്ളകൾക്കെതിരെ ഒരു തുറന്ന യുദ്ധത്തിന് രാജേഷിനും കൂട്ടർക്കും ഒരു അവസരം കിട്ടി. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രീലേഖയ്ക്ക് കഴിഞ്ഞു. ആ മണ്ഡലത്തിൽ ഞങ്ങളുടെ സ്വാധീനവും ചില്ലറയല്ല എന്ന് ശബരിനാഥനും K മുരളീധരനുമൊക്കെ തങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ തെളിയിച്ചു. അപ്പോൾ എന്തുകൊണ്ടും ഇത് CPMൻ്റെ ഒരു വീഴ്ചയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ CPMൻ്റെ നേതാക്കൾ പറയുന്നു, പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രനും V ശിവൻകുട്ടിയും ഒക്കെ പറയുന്നു, MLAക്ക് മുകളിലാണോ കൗൺസിലർ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ അവിടെ ഒരു ഓഫീസിൽ, പ്രശാന്ത് അവിടെ ഒരു ഓഫീസിൽ ഇരിക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ആണ്, ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഈ പ്രശാന്തിനെ വന്ന് കാണുന്നതിന് വേണ്ടിയാണ്, MLA കാണുന്നതിന് വേണ്ടി, ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. ഏറ്റവും നന്നായി പ്രവർത്തിച്ചു പോകുന്ന ഒരു ഏരിയ ആണ് ഈ പ്രശാന്ത് ഇരിക്കുന്ന ആ ഒരു സ്പേസ്. അപ്പോൾ അവിടം തകർക്കാൻ രാഷ്ട്രീയമായ ഇടപെടലാണ് ശ്രീലേഖയെ മുൻനിർത്തി ഇവർ കളിക്കുന്നത് എന്നാണ് CPM ആരോപിക്കുന്നത്. അല്ല, അതിൽ അവരുടെ ഒരു ഭയമാണ് നിഴലിക്കുന്നത്. ഒന്ന്, വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം എത്ര വലുതാണ്. ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ശ്രീലേഖ മത്സരിച്ച് ജയിച്ച് ഈ ശാസ്തമംഗലം വാർഡ് മാത്രമേ ഉള്ളൂ. ഈ ശാസ്തമംഗലം വാർഡിൽ തന്നെ ഇരിക്കണമെന്ന് എന്താ ഇത്ര വാശി? അപ്പോൾ ശ്രീലേഖയുടെ മടയിൽ കയറി ശ്രീലേഖയെ പരമാവധി ഇറിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ ശ്രീലേഖ വന്ന്
ഇവരുടെ ഇടയിലൂടെ അകത്തോട്ട് ഓഫീസിലേക്ക് കയറി പോകുന്നു, ശ്രീലേഖ ആരൊക്കെ കാണാൻ വരുന്നു, ശ്രീലേഖ ആരൊക്കെയുമായി ഇടപെടുന്നു, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ നിയന്ത്രിക്കാനും ഇതിലൊക്കെ ഇടപെടാനും ഉള്ള ഒരു കുത്സിത മാർഗമായിട്ട് ഇതിനെ കാണാം. മറുവശത്ത് വി കെ പ്രശാന്തിൻ്റെ ഒരു ഇമേജ് അത് വല്ലാണ്ട് തകർന്നു ഈ സംഭവത്തിൽ. കാരണം ശ്രീലേഖ വളരെ ബുദ്ധിപൂർവ്വം പ്രതികരിച്ച് തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങളോട്, ഞാനൊരു സഹോദരനോട് എന്നതുപോലെ എൻ്റെ പരിമിതികളൊക്കെ വെച്ച് ആ ഓഫീസ് മുറി ഒന്ന് ഒഴിഞ്ഞു തരാമെന്ന് ചോദിച്ചപ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഇയാൾ കട്ടയ്ക്ക് കലിക്കുന്ന ഒരു ചിത്രം കൊടുത്തു. എന്ന് മാത്രമല്ല ശ്രീലേഖ വി കെ പ്രശാന്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ ശ്രീലേഖയ്ക്ക് അനുകൂലമാക്കി. മറുവശത്ത് വി കെ പ്രശാന്ത് തുടർച്ചയായിട്ട് എന്തു വന്നാലും തന്നെ ഇറങ്ങില്ല എന്ന് വാദിക്കുകയും ആര് വിചാരിച്ചാലും തന്നെ ഇറക്കി വിടാൻ കഴിയില്ലെന്ന് അഹങ്കാരം നടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിരോധം, ഈ CPM തീർക്കുന്ന ഈ പ്രതിരോധം BJPക്ക് കരുത്താകും. അതിവർ കാട്ടുന്നത് വാസ്തവത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ വലിയ ക്ഷീണമുണ്ടാക്കും. വി കെ പ്രശാന്തിനെ സംബന്ധിച്ച് മറ്റൊരു ഭയം കൂടിയുണ്ട്. ശ്രീലേഖ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ചാൽ വീണ്ടും കൗൺസിലർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ശാസ്തമംഗലം വാർഡിൽ നിന്ന് ഇപ്പോഴേ ഓടിച്ചു വിട്ടാൽ അവിടെ ഒരു ബേസ് പോലും ഉണ്ടാകില്ല. ആ ഒരു ഭയം ഇവരുടെയൊക്കെ ഉള്ളിലുണ്ട്. ഇതൊരു വലിയ ക്ഷീണത്തിലാണ് ചെന്ന് കലാശിച്ചിരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഇവിടെ എല്ലാ നേതാക്കളും ശ്രീലേഖയുടെ അഹങ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നിപ്പോൾ PP ദിവ്യയൊക്കെ ഒരു നെടുനീളത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ജന്മി തമ്പുരാട്ടി എന്നാണ് ശ്രീലേഖയെ വിമർശിച്ച് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിന് താഴെ വരുന്ന ചില കമന്റുകളുണ്ട്. അതായത് അവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ഒരു മുൻ മേയറുടെ അഹങ്കാരം ഈ പാർട്ടി ഒന്ന് തീർക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് ആ കോർപ്പറേഷൻ നിങ്ങളുടെ കയ്യിൽ ഇരുന്നേനെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില വിമർശനങ്ങൾ തിരിച്ചും കൊടുക്കുന്നുണ്ട്. അല്ല, ഇതേ CPM ജില്ലാ കമ്മിറ്റികളിൽ നടന്ന വിമർശനങ്ങളിൽ 2 കഥാപാത്രങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിരുന്നു. ഒന്ന് PP ദിവ്യ, 2 ആര്യ രാജേന്ദ്രൻ. ഈ 2 സ്ത്രീകളാണ് CPMൻ്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് കാരണമെന്ന്. ഈ ആര്യ രാജേന്ദ്രൻ ധാർഷ്ട്യത്തിൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ ആൾ രൂപമായി വിശേഷിപ്പിച്ചത് വേറെ ആരുമല്ല, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ നടന്ന വിമർശനങ്ങളിലാണ്. ജില്ലാ കമ്മിറ്റി കൂടിയപ്പോൾ നമ്മൾ കേട്ടു, ആര്യ രാജേന്ദ്രൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവുമാണ് നഗരസഭാ ഭരണം കളഞ്ഞത് എന്ന് അവർ തന്നെ വിലയിരുത്തി. അത് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതല്ലേ. അതുപോലെ തന്നെ PP ദിവ്യ ആ വടക്കൻ മലബാറിൽ CPMനെ തൂത്തെറിഞ്ഞതിൻ്റെ മുഖ്യ ഉത്തരവാദിത്വമാണ്. ആ നവീൻ ബാബുവിൻ്റെ ഒരു മരണം, അതിന് പിന്നിൽ കളിച്ച PP ദിവ്യയുടെ നാടകങ്ങൾ, ഇതൊക്കെ നമ്മെ ഇപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന പലതുമുണ്ട്. അത് എത്ര അഹങ്കാരത്തോടെയാണ് അന്ന് PP ദിവ്യ സംസാരിച്ചത്. അതേ PP ദിവ്യ പിന്നെ ഇത്തരം പോസ്റ്റുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി എറിഞ്ഞിട്ട് വീണ്ടും വീണ്ടും അലോസരമുണ്ടാക്കുക, ഈ പാർട്ടിയെ മുച്ചൂടും കുഴിച്ചു മൂടുക എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. അതിൻ്റെ ഒരു ആൾരൂപങ്ങളായി ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ, PP ദിവ്യ, ഒടുവിൽ വി കെ പ്രശാന്ത് മാറുന്നു. വി കെ പ്രശാന്തിന് അത്തരം വലിയ ദുഷ്പേരുണ്ടായിരുന്നില്ല. ഇവരുടെ വഴിയെ തന്നെ പ്രശാന്ത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അധികാരം കിട്ടിയതോടുകൂടി തന്നെ ഇപ്പോൾ VV രാജേഷ് ഉൾപ്പെട്ട ആ ഒരു സംഘം BJPയുടെ കൗൺസിലർമാരൊക്കെ പ്രതികരിക്കുമ്പോൾ വലിയൊരു പക്വത കാണിക്കുന്നുണ്ട്. മുൻപ് ഇതിലെ തമ്മിലടിയും തെരുവിളിയും ഒക്കെ നടത്തിയിരുന്ന കൂട്ടരൊക്കെ അടപടലും അങ്ങ് മാറുകയാണ്. അവര് പക്വതയോടെ പെരുമാറുന്നു, വാക്കുകൾ പറയുമ്പോൾ പോലും സൂക്ഷിക്കുന്നു. ഇന്നിപ്പോൾ പല നേതാക്കളും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ആര്യ രാജേന്ദ്രനെ മാത്രം എന്തിനാണ് ഇതിൽ തെറ്റ് മുഴുവൻ അവരുടേത് മാത്രമാകുന്നത് എങ്ങനെയാണ്? അവർ പറയുന്ന നിലപാടുകൾ, അവർ എടുക്കുന്ന നിലപാടുകൾ, അതെല്ലാം ആ പാർട്ടിയുടെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇവിടെ കോർപ്പറേഷനിൽ അഴിമതികൾ നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും ആര്യ രാജേന്ദ്രന് മാത്രമായി അത് ചെയ്യാൻ കഴിയുന്നതല്ല. ആര്യയെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയൊരു നീക്കം പല ഉന്നത നേതാക്കളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആര്യയെ മാത്രമായി നമുക്ക് ഇതിൽ വിമർശനം ഉന്നയിക്കാൻ കഴിയില്ല എന്ന് കൗൺസിലർമാർ പോലും പ്രതികരിക്കുകയാണ്. അല്ല, അവരുടെ വിമർശനങ്ങൾ പലതും ഒരു പക്വതയോടെ ഇപ്പോൾ തോന്നുന്നത്. കാരണം നേതൃത്വത്തിൻ്റെ ഒരു ശൈലി മാറി. രാജീവ് ചന്ദ്രശേഖർ ഇടയ്ക്ക് ഇത്തിരി ധാർഷ്ട്യത്തോടൊക്കെ സംസാരിക്കുമെങ്കിലും അതിൽ പലതും കഴമ്പുള്ളതായിരുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ വാക്കുകളിൽ ഒരു മിതത്വം കാണാം. സംസ്ഥാന നേതൃത്വത്തിൽപ്പെട്ട ആളുകളുടെ വാക്കുകളിൽ മിതത്വം കാണാം. നഗരസഭാ ഭരണം തങ്ങളെ ഏൽപ്പിച്ചപ്പോൾ ജനങ്ങളോടൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന ഒരു ബോധ്യം അവർക്കുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. അതിലപ്പുറത്ത് പഴയ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട അന്നത്തെ ആ ഭരണസമിതിയുടെ ഇടപാടുകൾ ഇപ്പോൾ ആളുകൾ താരതമ്യം ചെയ്യുന്നു. അന്ന് ഈ ആര്യയ്ക്ക് ഏറ്റവും വലിയ ഒരു പേരുദോഷം വന്ന് ഭയങ്കര ധാർഷ്ട്യമുള്ളൊരു പെൺകുട്ടി എന്ന നിലയ്ക്കായിരുന്നു. കാരണം പക്വതയില്ലായ്മ കാണിച്ചു എന്നാണ്. അത് പക്വത പ്രകടിപ്പിക്കുന്നു. കൂടുതൽ കേരളത്തിൽ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ഇതൊരു അവസരമാക്കാൻ BJP ഉദ്ദേശിക്കുന്നു. എന്തായാലും ശ്രീലേഖ തൊടുത്തുവിട്ട ഈ ഭൂതം ശരിക്കും CPMനെ പിടികൂടി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ എന്തായാലും ശ്രീലേഖ
അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു വി കെ പ്രശാന്തിനെ സമീപിച്ചത് എന്നുള്ളത് വ്യക്തമാവുകയാണ്. പക്ഷേ വി കെ പ്രശാന്തിൻ്റെ നിലപാടുകളാണ് തിരിച്ചടിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ ആ ഒരു വലിയ കൊള്ളയിലേക്ക്, വാടക കൊള്ളയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ 5 വർഷക്കാലം അവിടെ നടന്നിട്ടുള്ള എല്ലാ വെട്ടിപ്പിൻ്റെയും അഴിമതികളുടെയും കണക്ക് അവർ പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് വി രാജേഷ് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫയലുകൾ പരിശോധിച്ചു തുടങ്ങി എന്നുള്ള ഒരു പ്രഖ്യാപനം പോലും വന്നിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ പോരിലേക്ക് ഇത് മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ ചില മാധ്യമങ്ങളിൽ പോലും വിമർശിച്ചത് ഇത് UP-യിലെ മറ്റും ബുൾഡോസർ രാജ്, അത് ആ രീതിയിലല്ല. അവർ വ്യക്തിപരമായി അവർ വി കെ പ്രശാന്തിനെ സമീപിച്ചതാണ്. പക്ഷേ അത് വി കെ പ്രശാന്താണ് വഷളാക്കിയത് എന്നുള്ളത് ഏകദേശം വ്യക്തമാകുകയാണ്. തീർച്ചയായിട്ടും. ചർച്ചകളുമായി കാണാം. നന്ദി, നമസ്കാരം.